ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പൻ തട പുളിങ്കറി. അതിന് ആവശ്യമായ സാധനങ്ങൾ: ചേമ്പൻ തട, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുറച്ച് ഉലുവാപ്പൊടി, കായം. അത് കടുക് വറുക്കാനായി വറ്റൽമുളക്, കടുക്, ചുവന്നുള്ളി, വെളിച്ചെണ്ണ. ആദ്യം ചേമ്പൻ തട എടുത്ത് തൊലി കളയണം. തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിക്കണം. ഇത് വെള്ളത്തിലിട്ട് നല്ലവണ്ണം കഴുകി വെക്കണം. നേരത്തെ പിഴിഞ്ഞ് വാരി വെച്ച ചേമ്പൻ തട ആണ് ഇത്. അത് അടുപ്പത്ത് വെച്ചു. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കണം. അത് ഒഴിച്ചു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, നേരത്തെ എടുത്ത് വെച്ച ഒരു പീസ് കായം, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ കായം, ഒരു സ്പൂൺ ഉപ്പ്. ഇത്രയും ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. പാത്രത്തിൻ്റെ അടപ്പെടുക്കാം. അതിലോട്ട് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് കുറുകിയ ചാറ് ഒരു 2 സ്പൂൺ ഒഴിക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വയ്ക്കുക. അത് അവിടേക്ക് ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കൂട്ട് റെഡിയാക്കാം. കൂട്ട് റെഡിയാക്കാനായിട്ട് സ്റ്റൗ കത്തിക്കുക. അതിലോട്ട് ചീനച്ചട്ടി വയ്ക്കുക. ചീനച്ചട്ടി വെച്ചിട്ട് 2 സ്പൂൺ മുളക് പൊടി, ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി, ഇട്ട് നന്നായി ഒന്ന് ചൂടാക്കുക. ചേമ്പത്തട വേകുന്ന സമയം കൊണ്ട് നമുക്ക് സമയം കളയാതെ കൂട്ട് റെഡിയാക്കാം. നമ്മുടെ കൂട്ട് നല്ലവണ്ണം ചൂടായി. ഇനി ഈ വെന്തുകൊണ്ടിരിക്കുന്ന ചേമ്പൻ തടയിലോട്ട് കൂട്ടിടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് പാകപ്പെടുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത് കടുക് വറുക്കാനുള്ള സംവിധാനം ചെയ്യാം. ആദ്യം 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ്. 2 സ്പൂൺ ഒഴിച്ചു. എന്നിട്ട് സ്റ്റൗ കത്തിക്കുക. അതിലോട്ട് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇടുക. ഈ കൂട്ട് കലക്കിയതിലേക്ക് ഒരു നുള്ള് ഉലുവപ്പൊടി കൂടെ ചേർക്കുക. ഒരു 1/2 സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യും.
ഉള്ളി നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ഇനി കടുക് ഇടുക. ഒരു സ്പൂൺ കടുക് ഇടുക. 2-3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുക. കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി അത് കറിയിലോട്ട് ഒഴിക്കുക. നമ്മുടെ ചേമ്പ് കറി റെഡിയായി. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കാം. ഒരു അതിഥി ടേസ്റ്റ് നോക്കി പറയും. സൂപ്പർ.